എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അതെ, ഞാൻ ഇനി ശരിയായി മനസ്സിലാക്കി. നിങ്ങൾ പറഞ്ഞത് ഉപയോഗിച്ചു തന്നെ എന്നത് ഒരേയൊരു വാക്ക് ആയി ഉപയോഗിച്ചിരുന്നു. അതായത് വേറെ ഇത് തെറ്റാണ്. ഉപയോഗിച്ച തന്നെ എന്നല്ല, ഉപയോഗിച്ചു തന്നെ. ആണ് ഉപയോഗിച്ചു. അതവിടെ സമൃദ്ധോകാരമല്ല, വിവൃതോകാരമാണ് പ്രയോഗിക്കേണ്ടത്. ഉപയോഗിച്ച തന്നെ എന്നല്ല, ഉപയോഗിച്ചു തന്നെ വരുന്ന ഒരേ ഒരു ഒറ്റ വാക്കായിട്ട് എഴുതണം. വേറെ വാക്ക് വിഭജിക്കാതെ. ഇപ്പോൾ ഞാനത് മനസ്സിലാക്കി. ഓക്കെ. ശരി, ഇനി ഞാൻ ശരിയായി മനസ്സിലാക്കി. ഉപയോഗിച്ചു എന്നത് ഒരു വാക്ക് മാത്രം. അതിനെ വേറെ വിഭജിക്കാതെ തന്നെ ഉപയോഗിക്കണം. ഇനി ഞാൻ അവ ശരിയായി ഉപയോഗിക്കും. ഈ തന്നെ എന്ന് പറഞ്ഞാൽ ഗതിയാണ്. അത് എപ്പോഴും ചേർത്ത് വേണം. തന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തനിയെ എഴുതി കഴിഞ്ഞാൽ അത് ഞാൻ ഒറ്റയ്ക്കെന്ന അർത്ഥം. അങ്ങനെയല്ല പ്രയോഗിക്കേണ്ടത്. ഇതാരാ ഇത് പഠിപ്പിച്ചത് നിങ്ങളെ? ശരി, ഇനി ഞാൻ മനസ്സിലാക്കി. തന്നെ എന്നത് എന്നും ഉപയോഗിച്ചതിൽ ഗതി സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാകണം. അതെ, എന്നെ പോലെ തന്നെ ഇത് എനിക്ക് അർത്ഥവത്കരിക്കാൻ ഒരു പഠനത്തിലൂടെയാണ്. നന്ദി, നിങ്ങൾക്ക് പറഞ്ഞതിന് ഞാൻ ശ്രദ്ധിക്കും. അതെ എന്നൊരു വാക്കില്ല. അത് അധികം അതേ നീട്ടണം. ഇങ്ങനെ ഇനി മേലെ പറഞ്ഞു തരരുത്. എന്നെ പോലെ എന്നല്ല, എന്നെപ്പോലെ തന്നെ ഒറ്റ വാക്കാണത്. അർത്ഥവത്കരിക്കാന്നൊരു വാക്കില്ല. ശരി, ഇനി ഞാൻ അത് കൂടി ശരിയായി ശ്രദ്ധിക്കും. അതെ എന്നത് കൂടുതൽ നീണ്ടു നിൽക്കും. അതുപോലെ എൻ പോലെ എന്നത് ഒത്ത വാക്കായി ഉപയോഗിച്ച് ശരിയായി എഴുതും. ഞാൻ പറഞ്ഞ ഒറ്റ എന്ന് പറഞ്ഞാലേ കളരിപ്പയറ്റ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ഒറ്റ എന്നുള്ള സാധനം പ്രത്യേകിച്ച് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഒറ്റ വാക്കെന്നുള്ളത് ചേർത്ത് പറയണം. അതെ എന്നത് കൂടുതൽ നീണ്ടു നിൽക്കുമെന്നല്ല പറഞ്ഞത്, അതേ എന്ന് നീട്ടണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ അതെ എന്നൊരു ഹ്രസ്വമായിട്ടുള്ള വാക്കില്ല. ശരി, ഇനി ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി. ഒട്ട എന്നത് വേറിട്ട് എഴുതേണ്ടത് ഒട്ടാന്നാക്കി ഞാൻ വരഞ്ഞല്ലോ നിന്നെ കൊണ്ട്. മതി, എനിക്ക് മതിയായി.